ഹലോ ഹലോ, ഇറ്റ്സ് മീ ലിപ. നിങ്ങൾ വിചാരിക്കും ഇന്ന് ഇവളെന്തേ ഡയറി കൊണ്ടുവന്ന്. എന്താണെന്നോ, നാളെ ഒക്ടോബർ മന്ത് തുടങ്ങിയല്ലേ, അപ്പം നമുക്കൊരു ഒക്ടോബർ മന്ത് ജേർണലിംഗ് ഒക്കെ ആവാമെന്ന് കരുതി. ഈ ജേർണലിംഗ് ഞാൻ കുറച്ച് വിൻറ്റേജ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. വിൻറ്റേജ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ബ്രൗൺ കളർ പേപ്പർ ഇല്ലാതെ എന്ത് വിൻറ്റേജ് അല്ലേ. അപ്പോൾ നമ്മുടെ ഗുളിക കവറിൽ നിന്ന് ഒരു കഷ്ണം എടുത്തുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നു. ഇതൊക്കെയല്ലോ നമുക്ക് വിൻറ്റേജ് എന്ന് പറയാനുള്ളൂ. ഇന്ന് ഈവനിങ് ഒരു വീഡിയോ, മോർണിംഗ് ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാ. എവിടെ, എൻ്റെ മടി എന്നെ സമ്മതിക്കണ്ടേ. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇന്നേരം വരെ എത്തി. ഇപ്പോഴെങ്കിലും ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒക്ടോബർ മന്തിൻ്റെ കലണ്ടർ ഞാൻ ചെയ്തതാണേ. അതെങ്ങനെയുണ്ട്, അത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ജേർണലിങ്ങിൽ ഫുൾ ഹാൻഡ് മെയ്ഡ് സപ്ലൈസ് ആക്കാൻ ഞാൻ വിചാരിച്ചത്. 2 കവാ സ്റ്റിക്കർ ഇരിക്കുന്നുണ്ടപ്പോൾ ലാസ്റ്റ് ഞാൻ അതിരുത്ത് ഒട്ടിച്ചു. അതൊഴികെ ബാക്കി എല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഇതൊക്കെ ഞാൻ വരച്ചെടുത്തതാ. ഇതൊക്കെ എന്തുപോലെ തോന്നുന്നതെന്ന് നിങ്ങൾ പറയണേ. ഞാൻ സാറ്റർനാണ് ഉദ്ദേശിച്ചത്. ഇതെന്തായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങൾ പറയണേ. ഞാൻ യാ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ അവർ ചെയ്യുന്ന സെപ്റ്റംബർ മന്ത് ജേർണലിംഗ് കണ്ടിട്ട് ഇൻസ്പയർഡായി ചെയ്തതാണ്. എങ്ങനെയുണ്ട്? അതുപോലെയൊക്കെ ആക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അതുപോലെ ഒന്നും ആയിട്ടില്ലെന്ന് എനിക്കറിയാം. നമ്മൾ ഒക്ടോബറിന് എഴുതിയിട്ട് അതും കൂടി ഒട്ടിച്ച് കൊടുക്കേണ്ട. ഇതിൽ വേറെ എന്തൊട്ടിക്കാനിപ്പോൾ ഇതിൽ, അതുകൊണ്ട് അതൊക്കെ ഒട്ടിച്ചുകൊണ്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ചെയ്ത ജേർണൽ സ്റ്റിക്കേഴ്സിന് ഏതെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിക്കണ്ടേ, അതിനുള്ള തിരച്ചിലപ്പോൾ. അങ്ങനെ ലാസ്റ്റ് ഒന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് ഒരു സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അവരത് ഇതുപോലെ ഒന്നുമല്ല കേട്ടോ, അവർ അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ചെയ്ത അതിൻ്റെ 7 അയലത്ത് പോലും എത്തില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്നാലും ചെയ്യാതിരിക്കില്ലല്ലോ, ചെയ്തേക്കാൻ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇതാ കവായ് സ്റ്റിക്കർ കണ്ടപ്പോൾ പിന്നെ അതും അങ്ങ് ഒട്ടിച്ചേക്കാൻ ഞാൻ കരുതി. അതെടുത്ത് അതിൻ്റെ ഒരു സൈഡിൽ ഒട്ടിച്ചു. അപ്പോൾ ഞാൻ അവിടെ ഷോക്ക് വെച്ചിരുന്നു. എൻ്റെ പെയിൻറ്റിങ് എൻ്റെ കൈ തട്ടി വീഴാൻ പോയി. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ തന്നെ വെച്ച് വീണ്ടും ഞാൻ എൻ്റെ പണി തുടങ്ങി. എൻ്റെ ഒരു കവായ് സ്റ്റിക്കറും കൂടി കിട്ടി, അതും കൂടി അങ്ങ് ഒട്ടിച്ചേക്കാൻ ഞാൻ വിചാരിച്ചു. ഇതോടെ നമ്മൾ ജേർണലിംഗ് കംപ്ലീറ്റ് ആയി. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ആൻഡ് ബൈ ബൈ.